ഗൈസ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റുബിക്സ് ക്യൂബ് എങ്ങനെ 1 മിനിറ്റിനുള്ളിൽ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയായിട്ടുള്ള സ്റ്റെപ്സാണ് ഞാൻ പറയാൻ പോണത്. ഫസ്റ്റ് ഞാൻ വൈറ്റാണ് സോൾവ് ചെയ്യാൻ പോണത്. അതിന് ഞാൻ എല്ലാം തിരിക്കട്ടെ. ഇപ്പം നിങ്ങൾ തന്നെ നോക്ക്, ഏതോ ഒരു കോലത്തേക്ക് വൈറ്റിൻ്റെ ഇവിടെ വൈറ്റ് സോൾവ് ചെയ്യണ്ടേ. വൈറ്റാണ് ഞാൻ ഫസ്റ്റ് സോൾവ് ചെയ്യാൻ പോണെന്ന് പറയാം. വൈറ്റ് സോൾവ് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കണം, അതായത് യെല്ലോ. എന്നിട്ട് യെല്ലോൻ്റെ അവിടെ ഈ 4 സൈഡിലെ ഇതും കൊണ്ടുവരണം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൊണ്ടുവരൂ. നിങ്ങൾക്ക് ഈ ഒരു ലെയർ സോൾവ് ചെയ്യാൻ അറിയാവുന്നതാണെങ്കിൽ ഈ വീഡിയോ പെട്ടെന്ന് കണ്ടുകൊണ്ടില്ലോ. ഇപ്പോൾ അവിടെ 3 എടുത്തായി, ഇവിടെ ആയി. ഇതങ്ങ് മാറ്റി വെച്ചേക്കാം, നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം 4 ആയി. ഇനി നമ്മൾ എന്തിനാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അതായത് സൈഡിലായിരുന്നു, അതായത് ഇവിടെ റെഡാണ്. റെഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ തോന്നും ഓറഞ്ച് ആയിരുന്നു, പക്ഷേ എനിക്ക് റെഡാണ്. ഇത് ഓറഞ്ച്, ഇതാണ് റെഡ്. ഓക്കെ, സ്ക്രീനിൽ റെഡ് ആയിട്ടല്ല ഓറഞ്ച് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇതിന് നേരെ തിരിച്ച് ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് നേരെ 2 പ്രാവശ്യം തിരിച്ച് ഇപ്പോൾ വൈറ്റിലോട്ട് വന്നതാ ഒരെണ്ണോ. അടുത്തത് ഇത് ഓറഞ്ചാണ്. അത് ഓറഞ്ചിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് 2 തിരിക്കണം തിരിച്ച്. അപ്പോൾ അതും താഴോട്ട് പോയി. ഇനി ആകെ ഈ 2 എണ്ണം കൂടെ ഉള്ളൂ. ഇത് ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ അതിൻ്റെ അതായി സൈഡായി. എന്നിട്ട് ഇവിടെ 2 സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെയും ആയി, 3 ആയി. ഇനി ഇതും കൂടെ ഉള്ളു ഒരെണ്ണം. പച്ചേൻ്റെ അവിടെ പച്ച കൊണ്ടുവന്നിട്ട് ഇത് 2 പ്രാവശ്യം തിരിച്ചു. അപ്പോൾ കറക്റ്റായല്ല. ഇവിടെ ഫുൾ ഇവിടെ ഒരു പ്ലസ് ആയിട്ടുണ്ട്, പ്ലസ്, അതായത് ക്രോസ്. ഇനി ഇത് ഇങ്ങനെ അതിവിടാം. ഇത് നോക്കുക, ഇതില്ലേ വൈറ്റ്, ഇവിടെ വൈറ്റ്. ഇത് വരേണ്ടത് ഇവിടെയാണ്. അതിന് വേണ്ടി ഇതിനെ ഇങ്ങനെ തിരിക്കും, ഇങ്ങനെ തിരിക്കും, ഇങ്ങനെ തിരിക്കും. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി ഗൈസ് ഇവിടെ ബ്ലൂ, പിന്നെ ഈ ബ്ലൂവിൻ്റെ അവിടെ ഇവിടെയാണ് ബ്ലൂ വരേണ്ട. അപ്പോൾ കറക്റ്റ് തന്നെ ഇങ്ങനെ തിരിക്കും, ഇങ്ങനെ തിരിക്കും, ഇങ്ങനെ തിരിക്കും, ഇങ്ങനെ തിരിക്കും. അപ്പോൾ കറക്റ്റ് സെയിം സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു സൈഡ് എങ്ങനെ ശരിയാക്കാമെന്ന് അറിയാമെങ്കിൽ വീഡിയോ ഇത്തിരി കൂടെ നീക്കിക്കൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണ്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഡബിൾ സ്പീഡിൽ ചെയ്തതാണ്. ഞാൻ ഇനി അടുത്ത കുറച്ച് ഫോർമുലാസും കൂടെ ഉണ്ട്. ഫോർമുലാസ് ഇല്ലാതെ പഠിക്കാനുള്ള വേറൊരു വീഡിയോയും കൂടെ ഞാൻ ഇനി ഇടും. പക്ഷെ അത് നിങ്ങളിനി ഏപ്രിലല്ല ജൂൺ 31-ലാണ് ജൂൺ 13-ആണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ലക്കുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കൂടെ വേറൊരു വീഡിയോ കൂടെ കാണാം. ഇത് ഞാൻ വൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. വൈറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടത്തെ ഈ ലെയേഴ്സ് കറക്റ്റ് ഇപ്പം എങ്ങനെയല്ലേ ഇരിക്കണം, കറക്റ്റ് ആക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഓറഞ്ച് തിരിക്കും ഇങ്ങനെ വരണം. അതിന് മുമ്പേ ഇത് ഞാൻ ഒരു കാര്യം, ഈ യെല്ലോ നമ്മൾ മിഡിൽ പീസസ് നോക്കണം. മിഡിൽ ഇവിടെ ഒന്നും യെല്ലോ വരാത്ത പീസ് ഏതാണെന്നോ. ഇത് യെല്ലോ ഇല്ല, ഇത് റെഡ് ആൻഡ് ഗ്രീനാണ്. അപ്പോൾ റെഡിൻ്റെ അവിടെ കൊണ്ടുപോയി. ഇനി ഇത് എവിടെയാണ് വരേണ്ട, ഇവിടോട്ടാണ് വരേണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടോപ്പ് ടു റൈറ്റ് എന്നൊരു ഫോർമുലയുണ്ട്, അത് കാണിച്ചു തരാം. ഇങ്ങനെ 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 ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇതിൻ്റെ മെത്തേഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.
അടുത്തത് എന്തിനാന്ന് വെച്ചാൽ ദാ ഇവിടെയും ആ മഞ്ഞയില്ല, അതുകൊണ്ട് ഇത് ഇങ്ങനെ തിരിച്ചിട്ട് ദാ ഇവിടെ പ്ലസ് ആയി. പക്ഷേ ഇത് ഇങ്ങോട്ടാണ് വരേണ്ടത്, അതുകൊണ്ട് ഇത് ഇങ്ങനെ തിരിക്കണം, 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 ഇങ്ങനെ തിരിക്കണം. ഇപ്പോൾ കറക്റ്റായല്ലോ. ഈ റെഡ് ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. ഇനി സോൾവ് ആക്കേണ്ടത് ഈ രണ്ട് പീസസ് മാത്രമാണ്. ഈ രണ്ട് പീസസ് സോൾവ് ചെയ്യാൻ, പക്ഷേ ഇത് തിരിഞ്ഞാണ് ഇരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ യെല്ലോ ഇപ്പം എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് ഈ ഒരു യെല്ലോ ഇവിടെ കൊണ്ടുവരണം. അതിനുവേണ്ടി ടോപ്പ് ടു റൈറ്റ് ആണ് ഞാൻ. ഓക്കെ, അപ്പോൾ ടോപ്പ് ടു റൈറ്റ് ചെയ്ത് ഇവിടെ ആ യെല്ലോ കൊണ്ടുവന്നിട്ട്, അപ്പം നമ്മൾ ആ സ്റ്റെപ്പ് ചെയ്തപ്പോൾ വന്ന ആ പീസ് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവരണം. അത് തിരിച്ചിവിടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് ടു റൈറ്റ് ആ മെത്തേഡ് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും. നിങ്ങൾക്ക് അറിയാൻ ഇതെല്ലാം അറിയാമെന്നുള്ളവരാണെങ്കിൽ എനിക്കും കൂടെ സ്പീഡായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചേ. ഞാൻ ചുമ്മാ ചോദിച്ചാണ്. ഇങ്ങനെ അപ്പോൾ യെല്ലോ ഇവിടെ ആയി. ഇനി നേരത്തെ ചെയ്ത ആ ഓറഞ്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നേരെ ഇവിടെയല്ലേ പോകണ്ട. അപ്പോൾ ആ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആകും. അപ്പോൾ ടോപ്പ് ടു ലെഫ്റ്റ് ഫോർമുല ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ 2 ലെയേഴ്സ് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ യെല്ലോ സോൾവ് ആയിട്ടുണ്ട്. ഇതിൽ യെല്ലോ ഇത്ര സോൾവ് ആയിട്ടുണ്ട്. എനിക്ക് യെല്ലോ ഏകദേശം സോൾവാണ്. എനിക്കിനി ചെയ്യേണ്ട മെത്തേഡെന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാം. ഇങ്ങനെ തിരിക്കണം, ഇങ്ങനെ തിരിക്കണം, പിന്നെ ഇങ്ങനെ താഴോട്ട് തിരിക്കണം, ഇങ്ങനെ തിരിക്കണം, പിന്നെ ഇങ്ങനെ തിരിക്കണം, ഇങ്ങനെ 2 പ്രാവശ്യം തിരിക്കണം, പിന്നെ താഴോട്ട് തിരിക്കണം. അപ്പോൾ അതൊരു ഫിഷ് പോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ഫുൾ കംപ്ലീറ്റ് ആവുന്നവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് തരാം ഗൈസ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്താൽ മതി. ഇനി നോക്കേണ്ടത് ഇതിൽ ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ, പക്ഷേ യെല്ലോ ഇപ്പോൾ എത്ര കംപ്ലീറ്റ് ആയി നോക്കാം. യെല്ലോ കംപ്ലീറ്റ് ആയി, ഈ 2 ലെയർ കംപ്ലീറ്റ് ആയി, പിന്നെ വൈറ്റും കംപ്ലീറ്റ് ആയി. ഇതെന്തോ ആവട്ടെ, നമുക്ക് നോക്കേണ്ടത് അടുത്ത സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പെന്ന് വെച്ചാൽ ഞാൻ പിന്നീട് പറയാം. സ്റ്റെപ്പെന്നല്ല, ഇതുണ്ടല്ലോ, ഇത് 2 പച്ചേൻ്റെ അല്ലേ, അപ്പോൾ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ അടുത്തത് ഇവിടെയാണ് അതിൻ്റെ അടുത്ത പച്ച, അതിവിടെ കൊണ്ടുവരണം ഓപ്പോസിറ്റ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് സൈഡിലുള്ള അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡാണ്. ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡ്, ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള പീസ് വെച്ചതാണ്. ഇങ്ങനെ തിരിക്കണം, ഇങ്ങനെ തിരിക്കണം, ഇങ്ങനെ തിരിക്കുക 2 പ്രാവശ്യം ഇങ്ങനെ, അതായത് റൈറ്റ് 2 പ്രാവശ്യം, റൈറ്റ് 2 പ്രാവശ്യം. അപ്പോൾ ഇതിവിടെ വന്ന് അടുത്ത് ഇങ്ങനെ 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 താഴോട്ട്. ഇതിൻ്റെ എല്ലാം ഇതും ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതായത് എല്ലാ സ്റ്റെപ്പും ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. അപ്പോൾ പച്ച സോൾവ് ആയിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ വേറൊരു സ്റ്റെപ്പാണ്. ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ഫേസ് തിരിക്കണം, ഇങ്ങനെ ബാക്ക് തിരിക്കണം, അപ്പോൾ ഇങ്ങനെ തിരിക്കണം ബാക്ക്, പിന്നെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണം, പിന്നെ ഇത് 2 പ്രാവശ്യം തിരിക്കണം, എന്നിട്ട് ഇത് 2 പ്രാവശ്യം. അപ്പോൾ ഇവിടെ റെഡായി, ഇവിടെയും റെഡായി, പിന്നെ ഇവിടെ ഓറഞ്ച്. പക്ഷേ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഒരു ഇതെല്ലാം സോൾവ് ആയതുപോലെ. ഇനിയാണ് നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, ഇത് ഫുള്ളും സോൾവ് ചെയ്യാനുള്ള. ഇങ്ങനെ 2 പ്രാവശ്യം, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ താഴോട്ട്. നേരത്തെ ഇതിന് മുമ്പേ ചെയ്ത ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. അപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിലുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഒന്നുമല്ല, സ്റ്റെപ്പ് മാത്രം അതിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്.
ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനാണെങ്കിൽ എൻ്റെ വേറൊരു വീഡിയോയിൽ വരാം.